Welcome to Machinery World. Good afternoon, madam. Madam, ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? ഓക്കെ, നമ്മൾ വന്നിട്ട് നമ്മുടെ കമ്പനി നെയിം വന്നിട്ട് മോബിടെക് വയർലെസ് സൊല്യൂഷൻസ്. വെരി നൈസ് മാഡം. നമ്മൾ ഇറിഗേഷൻ ഓട്ടോമേഷൻ ആണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഇറിഗേഷൻ്റെ ഓട്ടോമേഷൻ എല്ലാ സൊല്യൂഷൻസും സ്മോൾ സ്കെയിൽ തൊട്ടിട്ട് ലാർജ് സ്കെയിൽ വരയ്ക്ക് ഏത് രീതിയിലും കസ്റ്റമേഴ്സിന് കസ്റ്റമൈസ് ചെയ്ത് അവരുടെ റിക്വയർമെൻറ്റിനനുസരിച്ചിട്ട് കസ്റ്റമൈസ് ചെയ്തിട്ട് നമ്മളിവിടെ ചെയ്ത് കസ്റ്റമൈഡ് പ്രോഡക്ട്സ് ഉണ്ടാക്കി അവർക്ക് അതിനുള്ള സൊല്യൂഷൻസ് കൊടുക്കാൻ പറ്റും. ഇറിഗേഷൻ സൊല്യൂഷൻസ്, അതിൻ്റെ കൂടെ ഫെർട്ടിഗേഷൻ, അങ്ങനത്തെ കൃഷി സംബന്ധമായിട്ടുള്ള ഇറിഗേഷൻ റിക്വയർമെൻറ്റ് വരുന്നത്. ഓക്കെ, അത് ലാൻഡ്സ്കേപ്പിംഗ് ആവാം, അതല്ലാതെ പ്ലാന്റേഷൻസ് ആവാം, ഏത് രീതിയിലുള്ള ഇറിഗേഷൻസ്, ഓട്ടോമേഷൻ സർവീസസ്. ഇതെല്ലാം വൺ ബൈ വൺ ആയിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, ഇതിൽ വന്നിട്ട് ഇപ്പോൾ നമ്മുടെ പുതുതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള നമ്മുടെ AI പവേർഡ് ആയിട്ടുള്ള വയർലെസ് സ്മാർട്ട് ഇറിഗേഷൻ ആണ് സിസ്റ്റമാണ് ഇത് വരുന്നത്. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ വാട്ടർ സോഴ്സ് കേരളത്തിൽ നമ്മുടെ ഇന്ത്യയിലെല്ലാം ഇപ്പോൾ വരുന്നതാണ് ഒരു വാട്ടർ സ്കാർസിറ്റി. നമുക്ക് ഒരേ സോഴ്സിൽ നിന്ന് നമുക്ക് വെള്ളം കിട്ടില്ല, പല പല സോഴ്സുകൾ ഉപയോഗിക്കേണ്ടി വരും. നമുക്കൊരു പ്ലോട്ട് നനയ്ക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സിംഗിൾ സോഴ്സ് അല്ലാതെ ഒന്നിൽ കൂടുതൽ സോഴ്സ് ഉപയോഗിക്കേണ്ടി വരും, ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഓട്ടോമേഷനിൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മോട്ടോർ സ്റ്റാർട്ടേഴ്സും കാര്യങ്ങളും ഒരു സോഴ്സിൽ നിന്ന് മാത്രം ഓപ്പറേറ്റ് ചെയ്യുന്ന രീതിയിലാണ്. അല്ലെങ്കിൽ 2-3 സ്റ്റാർട്ടേഴ്സ് സിസ്റ്റംസ് വെച്ചാലേ നമുക്ക് 2-3 സോഴ്സിൽ നിന്ന് അധികം ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ സൊല്യൂഷൻ അത് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ കൊണ്ടുവന്നൊരു സൊല്യൂഷനാണത്. അപ്പോൾ നമ്മുടെ മെയിൻ AI സിസ്റ്റത്തിന് വരുന്ന ഡിവൈസ് കൺട്രോളറാണ് ഡീകോൺ എയർ. അപ്പോൾ ഡീകോൺ എയർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 10 പമ്പ് വരയ്ക്കും, 10 മോട്ടോഴ്സ് വരയ്ക്കും നമുക്ക് അറ്റ് എ ടൈം 10 മോട്ടോഴ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഈ ഡിവൈസ് വെച്ചിട്ട്. അപ്പോൾ അത് എങ്ങനെ റിമോട്ട് കൺട്രോൾ ഡിവൈസ് അത് ആപ്ലിക്കേഷൻ ത്രൂ ആണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. AI ആപ്ലിക്കേഷൻ വെച്ചിട്ട്. അപ്പോൾ നമുക്ക് ആ മെയിൻ കൺട്രോളർ വെച്ചിട്ട് നമുക്ക് 10 പമ്പ് വരയ്ക്കും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും അണ്ടർ ദാറ്റ് കൺട്രോളർ simultaneous ആയിട്ട്. That means these 10 pumps will be supplying water to 10 different locations. Same 10 different locations. അപ്പോൾ ത്രൂ വൈഫൈ ആണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ വരുന്നതാണ്. അപ്പോൾ അതിൽ നമുക്ക് വരുന്നതാണ് MSU, MCU. ഇതാണ് അത് വന്നിട്ട് എയർ which controls the motor starters. And this one എന്ന് പറയുന്നത് auto on and off system. അത് മാസ്റ്റർ കൺട്രോളർ. മാസ്റ്റർ കൺട്രോളറിൽ നമുക്ക് ഇത് വന്നിട്ട് മോട്ടോർ കൺട്രോളർ യൂണിറ്റ്സ് ആണ് ഇത് വരുന്നത്. മോട്ടോർ സ്റ്റാർട്ടർ ഇതാണ് ഒരു മോട്ടോർ, അതായത് ഒരു പമ്പിനെ കൺട്രോൾ ചെയ്യുന്നത്. ഇത് ഒരു സ്വിച്ച് ഇങ്ങനത്തെ 10 സിസ്റ്റത്തിനെ ഇതിന് കൺട്രോൾ ചെയ്യാൻ പറ്റും അറ്റ് എ ടൈം. അത് ആ സിസ്റ്റത്തിൻ്റെ അണ്ടറിൽ ഇത് വെക്കാം. എന്നിട്ട് നമുക്ക് ഏത് രീതിയിൽ നനയ്ക്കണം എന്നതിനനുസരിച്ചിട്ട് വി ക്യാൻ കസ്റ്റമൈസ് അക്കോർഡിംഗ് ടു അവർ നീഡ്. ഏതൊക്കെ പമ്പ് ഏതൊക്കെ ടൈമിൽ നനയ്ക്കണം എന്നുള്ളത് അവർ കൺവീനിയൻസിനനുസരിച്ച് നമുക്ക് പ്രോഗ്രാം സെറ്റ് ചെയ്യാം. എന്നിട്ട് ആ കൺട്രോളറിന് ഇതുപോലത്തെ 10 യൂണിറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും. അണ്ടർ ദീസ് കൺട്രോളർ we can add whatever requirements we have. This is the valve controllers. അത് മോട്ടോർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, വാൽവ് ഓൺ ചെയ്യണം. അപ്പോൾ ഇത് വാൽവ് കൺട്രോളർ. ഇത് വന്നിട്ട് VCON 4, അതായത് 4 വാൽവിനെ ഒരേ സമയം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ടാങ്കിലേക്കാണ് പമ്പ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വെള്ളം അറിയണം, വാട്ടർ ലെവൽ അറിയണം. വാട്ടർ ലെവൽ കൺട്രോളർ, വാട്ടർ ലെവൽ ഇൻഡിക്കേറ്റർ, ഇതെല്ലാം നമുക്ക് സെയിം സിസ്റ്റത്തിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും. മീൻസ് എല്ലാത്തിനും കൂടി ഒരൊറ്റ സിംഗിൾ സൊല്യൂഷൻ ഉണ്ട്. ഏത് പ്രോബ്ലത്തിനും എത്ര വലിയ പ്ലോട്ട് ആണെങ്കിലും, ഇത് ഒരു ലാർജ് സ്കെയിൽ പ്ലോട്ട്, എത്ര വലിയ പ്ലോട്ട് ആണെങ്കിലും ലാർജ് പ്ലോട്ട്സ് ആകുമ്പോഴാണ് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ട്. സ്മോൾ പ്ലോട്ട്സിനെക്കാട്ടിലും അങ്ങനത്തെ എത്ര വലിയ പ്ലോട്ടും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സിംഗിൾ സൊല്യൂഷൻ. ഒറ്റ ആപ്പിൽ നമുക്കെല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിൻ്റെ എല്ലാം ലോഗ്സ് നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് കിട്ടുകയും ചെയ്യും. ഈ മൾട്ടി സ്റ്റേജ് പമ്പിന്റെ ഒക്കെ ആവശ്യം വരുന്നുണ്ടോ മാഡം? ഏതാണ് സർ? മൾട്ടി സ്റ്റേജ് പമ്പല്ലേ ഇത്? അത് വന്നിട്ട് ഇത് നമ്മൾ ഡെമോ പ്ലോട്ടിൽ ഒരു പമ്പ് വെച്ചു എന്നേ ഉള്ളൂ. അത് പ്ലോട്ട് കണ്ടീഷൻസിനനുസരിച്ച് വാട്ടർ റിക്വയർമെന്റ് അനുസരിച്ച് പലതരം പമ്പുകൾ നമുക്ക് വെക്കേണ്ടി വരും. അതൊരു ഇറിഗേഷൻ ഡിസൈൻ ചെയ്യുന്ന ആള് അവരുടെ റിക്വയർമെന്റ് അനുസരിച്ച് അക്കോർഡിംഗ് ടു ദി ക്വാണ്ടിറ്റി ആൻഡ് ദി ഡെപ്ത് ഓഫ് ദി വാട്ടർ സോഴ്സ്. അതുപോലെ തന്നെ അവൈലബിലിറ്റി ഓഫ് ദി വാട്ടർ സൊല്യൂഷൻ. സോ വാട്ട് ആർ ദീസ് തിങ്സ് മാഡം? ഇത് വന്നിട്ട് വാൽവ്സ്, പിന്നെ അതുപോലെ തന്നെ ഇത് വന്നിട്ട് 2 വാൽവ് കൺട്രോൾ ചെയ്യുന്ന
And these are all the accessories, no, related to this. ആക്സസറീസ് ഇതെല്ലാം നമ്മുടെ അതേ ഇത് തന്നെയാണ്. പിന്നെ ഇത് സോയിൽ മോയ്സ്ചർ സെൻസേഴ്സ് വരുന്നുണ്ട്. സോയിൽ മോയ്സ്ചർ നമുക്ക് സെൻസർ ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഡിവൈസിൽ ഇൻബിൽട്ട് ആയിട്ട് നമുക്ക് പ്രഷർ കൺട്രോളർ വരുന്നുണ്ട്. ഇൻബിൽട്ട് ആണ്. പിന്നെ എന്ന് വെച്ചെങ്കിൽ ഇത് വന്നിട്ട് ലാർജ് സിസ്റ്റം. ഇപ്പോൾ എല്ലാവർക്കും അങ്ങനത്തെ വേണ്ടി വരില്ല. സ്മോൾ സിസ്റ്റംസ് മതിയാവും മിക്കവർക്കും. ഒരു മോട്ടോർ സ്റ്റാർട്ട് ചെയ്യുക, പിന്നെ വാൽവുകൾ കൺട്രോൾ ചെയ്യുക എന്ന് മാത്രമുള്ളത് ഉണ്ടാവും. അങ്ങനെ വരുമ്പോഴാണ് മുകളിൽ കാണുന്ന തരം ആണ് മോട്ടോ സ്റ്റാർട്ടേഴ്സ്. മിനിമൽ സ്മോൾ സ്കെയിൽ ആപ്ലിക്കേഷൻസ്. ഹൗസ് ഹോൾഡ് ആയാലും ഇപ്പോൾ വീടിന് തൊട്ടുള്ള കിച്ചൺ ഗാർഡൻസ് പോലത്തെ ആണോ, അതല്ലാന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് പ്ലോട്ട് 2-3 ഏക്കർ ഉണ്ട്, അല്ലെങ്കിൽ ചെറിയ പ്ലാന്റേഷൻ എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അതായത് വീട്ടിൽ ചെറിയ പച്ചക്കറി കൃഷിയൊക്കെ സ്വന്തം ആവശ്യത്തിന് നടത്തുന്നുണ്ടെങ്കിലൊക്കെ അതല്ല 2-3 അല്ലെങ്കിൽ 8-10 ഏക്കർ ഉണ്ടെങ്കിലും നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിൽ മാസ്റ്റർ കൺട്രോളർ വെച്ച് വയേർഡ് ഓർ വയർലെസ് റിമോട്ടായിട്ട് ഇപ്പോൾ ഇടുക്കി, വയനാട് പോലത്തുള്ള ഡിഫിക്കൽട്ട് ടെറൈനുകളിൽ നമുക്ക് കേബിൾ ചെയ്യാൻ പറ്റില്ല, ഇലക്ട്രിസിറ്റി കണക്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് സോളാർ പവർ യൂസ് ചെയ്ത് ചെയ്യേണ്ടി വരും. അങ്ങനത്തെ എല്ലാം യൂസ് ചെയ്യുന്നതാണ് അത്. ആ ഫസ്റ്റ് വന്നിരിക്കുന്ന എംകോൺ എന്ന് പറഞ്ഞ മാസ്റ്റർ കൺട്രോളർ, അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സോളാർ പവേർഡ് ആയിട്ടും ചെയ്യാൻ പറ്റും. വയേർഡ് വേണമെന്നില്ല. ശരി, വയേർഡായിട്ടും നമുക്ക് ചെയ്യാം, വയർലെസ്സും 2 ഓപ്ഷനുണ്ട്. മാഡം, ഇതിൻ്റെ ബെസ്റ്റ് ആപ്ലിക്കേഷൻ ഈ വാഴക്കൃഷി, അതുപോലെ തന്നെ പിന്നെ മറ്റ് നമ്മുടെ പൈനാപ്പിൾ അങ്ങനെയുള്ള കൃഷികൾക്കൊക്കെ ഇത് വളരെ യൂസ്ഫുൾ ആകുമെന്ന് മാഡം കരുതുന്നുണ്ടോ? അതുകൊണ്ട് നനയ്ക്കാൻ ആവശ്യമുള്ള എല്ലായിടത്തും നമുക്കൊരു ഇറിഗേഷൻ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എല്ലാം ഓട്ടോമേഷൻ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഒന്നാമത് ലേബർ കോസ്റ്റുകൾ ഉള്ളത് കൊണ്ടും പിന്നെ വലിയ വലിയ പ്ലോട്ടുകൾ മാനേജ് ചെയ്ത് എത്താൻ പറ്റാത്തവർക്കും പറ്റിയൊരു ഐഡിയൽ സൊല്യൂഷനാണ് ഓട്ടോമേഷൻ. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണിൽ തന്നെ അറിയാൻ പറ്റും നമുക്ക് എല്ലാ കാര്യങ്ങളും. അതുപോലെ തന്നെ നമ്മുടെ ഡിവൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 പേർക്ക് വരെ ആക്സസ് ചെയ്യാം. ഇപ്പോൾ പാർട്ട്ണർഷിപ്പ് ഫോമുകളാണ്. അപ്പോൾ പ്ലോട്ട് 2 പേരുടെ പേരിലാണ്, അതിൽ ഒരാളെ നാട്ടിലുള്ളൂ, അല്ലെങ്കിൽ 2 പേരും 2 സ്ഥലത്താണ്, 2 പേർക്കും പ്ലോട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയണം. അല്ലെങ്കിൽ ഓണർ അബ്രോഡാണ്, ഫാമിൽ മാനേജറാണുള്ളത്, ഓണർക്ക് അവിടെ ഇരുന്ന് പ്ലോട്ട് കണ്ടീഷൻസ് അറിയാൻ പറ്റും. മാനേജർക്ക് എനിവർ ഇൻ ദ വേൾഡ്. നമ്മുടെ കസ്റ്റമേഴ്സ് UK-ലുണ്ട്, ഒമാനിലുണ്ട്. ദേ ആർ കൺട്രോളിംഗ് ദെയർ ഫാം ഫ്രം ദെയർ ഇറിഗേഷൻ. എവരിതിങ് ഈസ് അണ്ടർ റിമോട്ട് കൺട്രോൾ. എവരിതിങ്. മാഡം, ഈ നമ്മുടെ പിന്നെ ഈ ഡൊമസ്റ്റിക് എന്തെങ്കിലുമൊക്കെ ഫാമിങ്ങിന് നമുക്ക് ഈ സിസ്റ്റം അപ്ലൈ ചെയ്യുന്നത് എക്കണോമിക്കലായിരിക്കുമോ എന്നുള്ളതാണ് എൻ്റെ ഒരു മെയിൻ ഡൗട്ട്. എക്കണോമിക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരാളെ അവിടെ നിർത്തുകയാണ് സ്ഥിരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മിനിമം ഒരു മാസത്തിന് ഒരു 10,000 കൊടുക്കാണ്ട് ആരും വരാനുള്ള സാധ്യത കുറവാണ്. നമ്മുടെ ആ ഒരു ഡിവൈസ് വെച്ചാൽ 2 മാസം കൊണ്ട് നമുക്ക് ആ കോസ്റ്റ് കവറായി, പിന്നെയുള്ളത് നമുക്ക് ലാഭമാണ്. ഓക്കെ. അതായത് നമ്മൾ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും നമ്മൾ ഈ പിന്നെ കസ്റ്റമൈസ്ഡ് ആപ്ലിക്കേഷൻ, അതായത് കസ്റ്റമൈസ്ഡ് AI ആപ്ലിക്കേഷൻസോ ഇത് വെച്ച് ചെയ്യുന്ന ഈ മെക്കാനിസം നമുക്ക് എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കും. അതായത് ഇത് മെയിനായിട്ട് നമുക്ക് യൂസ് വരുന്നത് ഇപ്പോൾ നാട്ടിലില്ല, പ്ലോട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ബിസിയാണ്, നാട്ടിലുണ്ടെങ്കിലും കൂടെ പ്ലോട്ട് വേറെ സ്ഥലത്താണ്. അതല്ലെങ്കിൽ ജോബ് മിക്കവരും ഇപ്പോൾ വർക്കിംഗ് ആയിരിക്കും, കൂടെ വീട്ടിൽ പ്ലോട്ട് വെറുതെ കിടക്കണ്ടെന്ന് കരുതി അവിടെ കൃഷി ചെയ്യുന്ന അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്കിത് കൂടെ നിന്ന് നനയ്ക്കാൻ സമയം കിട്ടിയെന്ന് വരില്ല, അവർക്ക് ജോബ് ഉണ്ടാവും. അപ്പോൾ ഈ സമയത്തെല്ലാം നമ്മൾ ഒരാളെ അവിടെ നിർത്തുക തന്നെ വേണം. പക്ഷേ ഇതാകുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നമുക്കിപ്പോൾ നമ്മളൊരു കസ്റ്റമർ തന്നെ, പുള്ളിയുടെ വീട്ടിലാണ് പ്ലോട്ട്, അച്ഛൻ നോക്കിക്കൊണ്ടിരുന്ന പ്ലോട്ടാണ്. പെട്ടെന്ന് അച്ഛൻ മരിച്ചു, പുള്ളിക്ക് ജോലി തൃശ്ശൂർ. അപ്പോൾ അച്ഛൻ നനച്ച് അത്രയും ആക്കിയൊരു പ്ലോട്ട് നാശമായി പോകുന്നത് കാണാൻ ആൾക്ക് വയ്യ. പക്ഷെ ആൾ എന്നിട്ട് ഡെയിലി തൃശ്ശൂരിൽ നിന്ന് പാലക്കാടാണ് ഈ സ്ഥലം, 2-3 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് എന്നും വന്നേരം നനച്ചിരുന്നത്. പുള്ളിക്ക് ആ ലോങ് ടേമിൽ അത് ഫീസിബിൾ അല്ല. അങ്ങനെ നമ്മുടെ അടുത്ത് വന്നപ്പോൾ നമ്മൾ പുള്ളിക്ക് വേണ്ടി ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തു. ഇപ്പോൾ പുള്ളിക്ക് സുഖം, വീട്ടിൽ തൃശ്ശൂർ വർക്ക് പ്ലേസിൽ ഇരുന്നു കൊണ്ട് അല്ലെങ്കിൽ അവിടെ ഇരുന്ന് പുള്ളിക്ക് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും. മാഡം, ഒരു ജെന്യുവൻ ഡൗട്ടാണ്. അതായത് ഈ ഡ്രോട്ട് പ്രോൺ ഏരിയയിലൊക്കെ നമുക്ക് ഇത് പിന്നെ സക്സസ്ഫുള്ളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ? ഡ്രോട്ട് പ്രോൺ ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വാട്ടർ കൺസംഷൻ കുറയും. അപ്പോൾ നമുക്ക് ഫ്ലഡ് ഇറിഗേഷൻ മെത്തേഡാണ് നമ്മൾ
പരമ്പരാഗതമായി ചെയ്തിരുന്നത്. പക്ഷെ ഇതിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡ്രിപ്പ് ഇറിഗേഷനിലേക്ക് മാറുകയാണ്. That means the quantum of water comes to a very minimal quantity. അത് ആ പ്ലാന്റിന് എത്ര റിക്വയർമെന്റ് ഉണ്ടോ അതേ നമ്മൾ കൊടുക്കുന്നുള്ളൂ. മനസ്സിലായി. കൂടുതൽ കൊടുക്കുന്നില്ല. ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ മാതിരി മിനിമം ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ആണ് അതിന് നമ്മൾ സപ്ലൈ ചെയ്യുന്നത്. എത്ര വേണ്ട വിത്ത് ദി ആപ്ലിക്കേഷൻ ഓഫ് AI അല്ലേ? അല്ല, അത് ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം നമ്മൾ ചെയ്ത് കൊടുക്കും. അതിലേക്ക് നമ്മൾ AI യൂസ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക് ആക്കി കൊടുക്കും. പ്ലോട്ട് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഉള്ള ഏറ്റവും വലിയൊരു സൊല്യൂഷൻ അത് തന്നെയാണ്. What all the other displayed products, madam? അത് വന്നിട്ട് വാൽവുകൾ. ഇതിന് ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് ചെയ്യുമ്പോൾ വാൽവുകളും ഓട്ടോമാറ്റിക് വാൽവുകൾ വേണം. ഇത് വന്നിട്ട് ഓട്ടോമാറ്റിക് വാൽവുകൾ, സോളിനോഡ് വാൽവുകൾ, പിന്നെ ബാക്ക് വാഷ്, അങ്ങനത്തെ എല്ലാം വാൽവ്സ് എല്ലാം മാനുവലി ചെയ്യുന്നതിന് പകരം ക്ലീനിങ്ങും എല്ലാ കാര്യങ്ങളും ഓട്ടോമാറ്റിക്കലി ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള വാൽവുകളാണ്. ഓക്കെ, ഇതിൻ്റെ അപ്പോൾ ഈ പിന്നെ വാൽവുകൾ അതുപോലെ തന്നെ പമ്പ് ഈ സംഗതികളിലൊക്കെ ഒരു പിന്നെ ടൈം ബൗണ്ട് പിന്നെ ഓവറോളിങ് അല്ലെന്നുണ്ടെങ്കിൽ മെയിൻ്റനൻസ് ഒക്കെ ചെയ്യണ്ടേ മാഡം? മെയിൻ്റനൻസ് അതിന് നല്ല മേക്ക് കമ്പനികളാണ്, പ്രോഡക്ട്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ യൂഷ്വലി എല്ലാം നല്ല പ്രോഡക്ട്സ് ആണ്, ഇമ്പോർട്ടൻറ്റ് പ്രോഡക്ട്സ് ആണ്. വാൽവ് എല്ലാം ഓട്ടോമാറ്റിക് വാൽവ് എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് 10 to 15 years ഒന്നും യാതൊരു കംപ്ലൈൻറ്റും വരാതെ പോകുന്നുണ്ട്. ഇതൊക്കെ ഓൺ മാനുഫാക്ചർ ആണോ ബോട്ട് ഔട്ട് ഐറ്റംസ് ആണോ? അതായത് നമ്മുടെ ഡിവൈസസ് എല്ലാം ഓൺ മാനുഫാക്ചറിങ് ആണ്. നമുക്ക് പെരുന്തുറയിലാണ് അതിൻ്റെ മാനുഫാക്ചറിങ് പ്ലാന്റ് വരുന്നത്. പിന്നെ വാൽവ്സ് ആണ് നമ്മൾ വരുന്നത്. അത് വെളിയിൽ നിന്നും ഇമ്പോർട്ടഡ് ആയിട്ടുള്ള വാൽവ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഫിൽറ്റേഴ്സ് ആയാലും ഇമ്പോർട്ടഡ് ആയിട്ടുള്ള കമ്പനി പറഞ്ഞിട്ടുണ്ടാവും. അതിന് കമ്പനി പറഞ്ഞിട്ടുണ്ടാവും. സോ വി ആർ സീയിങ് സം മോർ തിങ്സ് മാഡം. ഓക്കെ, ഇത് വന്നിട്ട് നമ്മളൊരു ഡെമോൺസ്ട്രേഷൻ എങ്ങനെയാണ് നമ്മൾ പ്ലോട്ടിൽ ഫിറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ കാണിച്ചിരിക്കുകയാണ്. ഇത് വന്നിട്ട് വാൽവ്സ് വെച്ച് കൊടുത്തിട്ട് സോളിനോഡ് വാൽവ്, പിന്നെ നമ്മൾ എന്താ വെച്ചാൽ ഒരു എയർ വാൽവ് കൂടെ വെച്ച് കൊടുക്കും. എയർ കുടുങ്ങി അത് ഇറിഗേഷന് പ്രോബ്ലം വരാതിരിക്കാൻ വേണ്ടിയിട്ട്, അതായത് എയർ വെന്റ് ഔട്ട് ആവാൻ ലൈനിൽ എവിടെയെങ്കിലും എയർ ഉണ്ടെങ്കിൽ എയർ ബ്ലോക്ക് വരാതിരിക്കാൻ വേണ്ടി എയർ വാൽവ് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ തന്നെ 2 രീതിയിലുള്ള സിസ്റ്റം കാണിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് മോബിടെക്കിന് തന്നെ ഇതുണ്ട്, ഇറിഗേഷന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഹോസ്, ലാറ്ററൽ ലൈൻസ് യൂസ് ചെയ്യാൻ 16 mm ആണ് നമ്മൾ ഐഡിയലി യൂസ് ചെയ്യാറുള്ളത്. മോബിടെക് തന്നെ ഇറക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡ്രിപ്പേഴ്സ് ഉള്ളത് ഇൻലൈൻ വരുന്നുണ്ട്, ഓൺലൈൻ വരുന്നുണ്ട്. ഓൺലൈൻ ആകുമ്പോൾ തെങ്ങ് പോലത്തെ പ്ലോട്ടുകൾക്ക് യൂണിഫോം ആയിട്ടുള്ള സ്പേസിങ് ഇല്ലെങ്കിൽ നമ്മൾ ഡ്രിപ്പർ അടിച്ചു കൊടുക്കും. അല്ല, ഇപ്പോൾ പച്ചക്കറി പോലത്തെ ആണെന്നുണ്ടെങ്കിൽ യൂണിഫോം സ്പേസിങ് ആണെന്നുണ്ടെങ്കിൽ വിത്ത് ഡ്രിപ്പേഴ്സ് ഇൻലൈൻസ് വരുന്നുണ്ട്. മാഡം വേറൊരു ജെന്യൂൻ ഡൗട്ട്, അതായത് അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും പിന്നെ ഈ റോഡൻസ് അതുപോലെ തന്നെ പെസ്റ്റിസൈഡ്സ് അങ്ങനെയൊക്കെ ഉള്ള മരുന്നുകളൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ മിക്സ് ചെയ്ത് സപ്ലൈ ചെയ്യാൻ പറ്റുമോ? മിക്സ് ചെയ്യാൻ പറ്റും. അതിപ്പോൾ ഇറിഗേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫെർട്ടിഗേഷൻ എന്നാണ് ഇത് പറയുക. ഫെർട്ടിലൈസേഴ്സും മെഡിസിൻസും കൊടുക്കുന്നത്. ഫെർട്ടിഗേഷൻ നമുക്ക് ഫെർട്ടിഗേഷൻ ഓട്ടോമേഷൻ ആയിട്ട് ചെയ്യാൻ പറ്റും. അതല്ലാതെ ഈ വെള്ളത്തിൽ ഈ ഫെർട്ടിലൈസേഴ്സ് അതുപോലെ തന്നെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഇൻസെക്ടിസൈഡ്സ് എല്ലാം മിക്സ് ചെയ്ത് സപ്ലൈ ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ സൊല്യൂബിൾ ആയിട്ടുള്ളത് യൂസ് ചെയ്യണം, അത്രേ ഉള്ളൂ. അത് ഈ ഡ്രിപ്പ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്ന കസ്റ്റമേഴ്സ് ഇങ്ങനത്തെ ഫെർട്ടിലൈസേഴ്സ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ സൊല്യൂബിൾ ആയിരിക്കണം കൊടുക്കുന്നത്. അതല്ലെങ്കിൽ അടഞ്ഞു പോകും. അങ്ങനത്തെ നമുക്ക് സിസ്റ്റത്തിൽ കൂടെ തന്നെ കൊടുക്കാൻ പറ്റും. അതായത് ഫുള്ളായിട്ട് ഇത് ഡൈല്യൂട്ട് ചെയ്ത് നമ്മൾ മിക്സ് ചെയ്ത് പോകണം അല്ലേ? അത് ഫെർട്ടിഗേഷൻ എന്നും പറഞ്ഞിട്ട് ഫെർട്ടിഗേഷനിൽ നമുക്ക് ഓട്ടോമേഷൻ ചെയ്യാൻ പറ്റും. ഫെർട്ടിഗേഷൻ ഓട്ടോമേഷൻ വേണ്ട സെപ്പറേറ്റ് ഒരു സിസ്റ്റം തന്നെ ഉണ്ട്. അങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സിമ്പിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ടൊരു ബക്കറ്റിലാക്കിയിട്ടും ചെയ്യുന്നതുണ്ട്. അത് കസ്റ്റമറിൻ്റെ റിക്വയർമെൻറ്റിനനുസരിച്ചിട്ട് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കണം. അവർക്ക് എന്താണോ ആവശ്യം അത് നമ്മൾ ചെയ്ത് കൊടുക്കും ആ റിക്വയർമെൻറ്റ്. അവിടെ കുറച്ച് എക്യുപ്മെന്റ്സ് ഉള്ളതും കൂടെ മാഡം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും? അതാണ് നമ്മുടെ ഫെർട്ടിഗേഷൻ യൂണിറ്റ്. മാഡം ഇതൊന്ന് ബ്രീഫ് ചെയ്യാൻ പറ്റുമോ? അതായത് നമുക്ക് പലതരത്തിലുള്ള ഫെർട്ടിലൈസേഴ്സും കാര്യങ്ങളും എല്ലാം കൊടുക്കേണ്ടി വരും ഡെഫിനറ്റ്ലി പ്ലോട്ടിൽ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടി ഓരോ തരം ഫെർട്ടിലൈസേഴ്സും നമുക്കിതിൽ കൊടുക്കാൻ പറ്റും. ഓരോ അപ്റ്റേക്ക്, അതായത് ഈ ഓരോന്നിലും നമുക്ക് ഓരോ ടൈപ്പ് ഓഫ് പിന്നെ ഇൻഗ്രീഡിയൻസ് നമുക്ക് ആഡ് ചെയ്തിട്ട് അവിടെ ഇതെല്ലാം
എല്ലാം പ്രോപ്പർ മിക്സിംഗ് ആയിട്ട് ഇവിടെ നമുക്ക് എങ്ങനെയാണ് അത് കൊടുക്കേണ്ട റേഷ്യോ ഉള്ളത് നമുക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മാനിഫോൾഡിൽ കാണാം. മാനിഫോൾഡിൽ നമുക്ക് റേഷ്യോ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇവിടെ ഓരോന്നിനും ഏതാണ് സൊല്യൂഷൻ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതിലൂടെ ത്രോട്ടിൽ ചെയ്ത് അതിൽ മിക്സ് ആയി പ്രോപ്പർ റേഷ്യോയിൽ കറക്റ്റ് പമ്പിലൂടെ നമുക്ക് സപ്ലൈ നടക്കും, നമ്മുടെ പ്ലാന്റിലേക്ക് കിട്ടും. ഡ്രിപ്പ് ഇറിഗേഷനും കൂടി ആകുമ്പോൾ കറക്റ്റ് പ്ലാന്റിന്റെ അടിയിലേക്ക് തന്നെ അതെത്തും. ഓക്കെ, ഇതിന് ടൈം സെറ്റ് ചെയ്യാൻ പറ്റുമോ മാഡം? അതായത് എത്ര സമയം ഈ പമ്പ് വർക്ക് ചെയ്ത് നമ്മുടെ ഈ ലിക്വിഡ് മിക്സ് ചെയ്ത ലിക്വിഡ് അതിലേക്ക് സപ്ലൈ ചെയ്യണമെന്നുള്ള കാര്യം? ഓക്കെ, അത് നമുക്ക് എങ്ങനെയാണോ വേണ്ടത് ആ രീതിയിൽ നമുക്കതിൽ സെറ്റ് ചെയ്യാം. നമുക്കതിൽ സെറ്റിങ്സിൽ ചേഞ്ച് വരുത്തി നമുക്ക് എങ്ങനെയാണോ വേണ്ടത് ആ രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കാം. അതായത് ഡെലിവറി നമുക്ക് മീൻസ് കറക്റ്റായിട്ട് ഇതിൽ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. അത് ഏതൊക്കെ സൊല്യൂഷൻ എത്രയൊക്കെ കോൺസെൻട്രേഷനിൽ എത്ര ഇൻ്റർവെല്ലിൽ ഫ്രീക്വൻസിയിലാണ് വേണ്ടത് എന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് സിസ്റ്റം റൺ ആവുമ്പോൾ കൊടുക്കാൻ പറ്റും. ഓക്കെ ഓക്കെ സോ എനിത്തിങ് എൽസ് യു വാണ്ട് ടു ആഡ്? ഓക്കെ, അതൊക്കെ തന്നെ. ശരി, ഓൾ ദി ബെസ്റ്റ്. നമ്മൾ അഗ്രോ സൊല്യൂഷൻസ് കേരള മോബിടെക്കിൻ്റെ കേരള ചാനൽ പാർട്ട്നേഴ്സാണ്. ഇറിഗേഷൻ ഓട്ടോമേഷൻ എന്ത് എൻക്വയറീസ് ഉണ്ടെങ്കിലും കൈൻഡ്ലി കോൺടാക്ട് us. Our contact number 8590176258. Thank you. Thank you, madam. Thank you so much. Thank you, sir.